ഹലോ. അപ്പോൾ നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ, നോമ്പ് കഴിഞ്ഞു. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വീണ്ടും പഴയതുപോലെ അല്ലേ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മടിയാണ് വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പം അങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനൊരു ഫുഡ് എന്താ ഞാൻ രാവിലെ പുട്ട് ചുട്ടായിരുന്നു. അപ്പോൾ പുട്ട് ചുട്ടപ്പം എനിക്ക് ഇപ്പോൾ രാത്രിക്ക് ഇപ്പോൾ കറിയില്ല. അപ്പോൾ കറി വെക്കാനൊക്കെ മടിയായിട്ടില്ല. ചിക്കൻ ഞാനിവിടെ വെച്ചിട്ടുണ്ടായി. ചിക്കൻ കറി വെക്കാനൊക്കെ മടിയാണ്. ബട്ട് പുട്ടിൻ്റെയൊക്കെ നമ്മൾ പൊതുവേ പയം കൂട്ടിയിട്ട് പുട്ട് തിന്നാറുണ്ടല്ലേ. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ പിള്ളേർക്ക് ചായയും പഞ്ചസാരയും ഇട്ടിട്ടാണ് പുട്ട് തിന്നാൻ ഇഷ്ടം. അപ്പം എനിക്ക് കറി മസ്റ്റാണ് പുട്ട് നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട് പുട്ട് തിന്നാൻ. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിനടുത്താണ് എൻ്റെ വീട്. അപ്പം എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മാമാൻ്റെ അവിടെയാണ് ചെറുപ്പത്തിലെ താമസിക്കാറ്. അപ്പം അതുകൊണ്ട് ഉപ്പ താമസിക്കുന്ന നമ്മളെ വീട് എൻ്റെ സ്കൂളിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ ഇൻ്റർവെൽ സമയത്തൊക്കെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ പോകുമ്പോൾ ഉപ്പാക്ക് ഫേവറേറ്റാണ് ഈ പുട്ടിലേക്ക് നമ്മളെ മിൽമാൻ്റെ നെയ്യും പഞ്ചസാരയും. മിൽമ നെയ്യ് ഉരുക്കിയിട്ട് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ പുട്ട് പൊടിച്ചിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം നല്ല ചൂടോട് തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. തണിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രിക്ക് നമുക്ക് അങ്ങനെ തിന്നാം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നത് കുറവായതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മളെ പുട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. പുട്ട് ഞാൻ രാവിലെ ചുട്ട് ബാക്കിയായ പുട്ടാണ്. അപ്പോൾ എനിക്കും പിള്ളേർക്കും ഇപ്പോഴത്തേക്ക് ഇത് മതിയാവും. അപ്പം രാവിലെ ചുട്ട് ബാക്കിയായ പുട്ടാണ്. അപ്പോൾ ഇനി നമ്മളിത് നെയ്യുരുക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉരുക്കിയിട്ട് ഇടുമ്പോഴേക്ക് ഇത് നല്ല ചൂടോടെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന പുട്ടായാലും പുട്ടായാലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് അറിയില്ലാത്തപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അവ ഇങ്ങനെ തിന്നുമ്പോഴേക്ക്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ അടുത്തുള്ള പുട്ടിനൊക്കെ ഞാനിങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കൈകൊണ്ട്. അപ്പം നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരല്ല തിന്നുന്നത്, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഞാനുണ്ടാക്കി തന്നെയല്ല എൻ്റെ പിള്ളേർ ഞാനൊക്കെ തിന്നുന്നത്. അപ്പം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചേക്കാം. അങ്ങനെ നമ്മളെ പുട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളെ കൈ കൊണ്ട് തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ നമ്മളെ മിൽമ നെയ്യ് ഉരുക്കാൻ വെക്കാം. അപ്പം ഞാനെന്നും ഉപയോഗിക്കുന്ന എൻ്റെ ചട്ടി നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾ പുട്ട് നെയ്യ് ഉരുക്കിയിട്ട് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കാണ്, നമ്മളെ ചട്ടി അടുപ്പത്ത് വെക്കാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. കാരണം നമുക്കിത് ചൂടാക്കി എടുക്കുമ്പോൾ പുട്ടിട്ട് മിക്സ് ആക്കുമ്പോഴേക്ക് അത് അടുക്കി പിടിക്കില്ല, ചട്ടി കടിച്ച് പിടിക്കാറുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോഴേക്ക് അത് പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് തിന്നുന്നവരുണ്ടാവും, തിന്നാത്തവരുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവാൻ പോവാണ്. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം മിൽമാൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് മിൽമ നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൽമാൻ്റെ സ്മെല്ലൊക്കെ. പിന്നെ നമ്മളെ പഞ്ചസാരയും നെയ്യും മിക്സ് ചെയ്തിട്ട് എളുപ്പത്തിൻ്റെ പണിയാണ്, കറി വെക്കാനൊന്നുമില്ല. പിന്നെ പഴനി തിന്ന് കൊടുക്കുന്നവർക്കും പിന്നെ ഇത് പുട്ട് തിന്നാനും ഭയങ്കര രുചിയാണ്. എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അവിടെ. അപ്പോൾ ഞാനിത് കഴിക്കായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. So bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. നെയ്യ് അധികം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാനിട്ട് നെയ്യ് തികഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണോ. അപ്പോൾ നെയ്യ് ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് നെയ്യിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് നെയ്യിൻ്റെ സ്മെല്ല് ഉണ്ടാവും. എന്താ നെയ്യൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനത് കുറച്ചുകൂടി നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മതിയാവില്ല ഞാനിട്ട് പുട്ടിന്.
അപ്പം നെയ്യും ഇച്ചിരി പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളെ പുട്ട് നല്ല നെയ്യിൽ നല്ല പിടിക്കുന്നത് പോലെ നമ്മൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് പുട്ടിലേക്ക് ചേർന്ന് നിൽക്കുന്നത് പോലെ ആവോളം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര മതിയാവോളം നല്ല നെയ്യൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ട്. അത് നമ്മളെ പഞ്ചസാരയും ചേർന്ന് നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നല്ല മിൽമ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം നെയ്യിട്ടാലും പ്രശ്നമില്ല. ഇപ്പം എൻ്റെ അടുത്ത് നെയ്യ് എത്രയും ഉള്ളതുകൊണ്ട് ഞാൻ അത്രയും ഇട്ടിട്ടുള്ളൂ. നെയ്യ് അധികം ഇടുമ്പോഴേക്ക് ഇതിൻ്റെ ടേസ്റ്റും കൂടും. പഞ്ചസാരയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചിരുതാം. നല്ല നെയ്യൊക്കെ പിടിച്ച് നിന്നിട്ട് നല്ല ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെപ്പോലെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, എൻ്റെ ടേസ്റ്റുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കറി കൂട്ടിയിട്ട് തിന്നണമെന്നില്ല. ഇപ്പം ഞാനിവിടെ ചൂടാക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നെയ്യിട്ടെടുക്കുമ്പോൾ ഇതിൻ്റേതായ സ്മെല്ല് വരുമല്ലോ. അപ്പം നല്ല സ്മെല്ല് വരുമ്പോൾ എൻ്റെ പിള്ളേർ ചോദിക്കുന്നുണ്ട് എന്തുമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല മോനെ, ഞാൻ ജസ്റ്റ് ഒരു പുട്ടൊന്ന് ചൂടാക്കുന്നുണ്ടത്. കാരണം നമുക്ക് വേറൊന്നും പണിയില്ല. നെയ്യ് ഉരുക്കുക, ഇച്ചിരി പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് പിട്ടൊന്ന് പിടിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ പിട്ട് നല്ല ചൂടായിട്ട് നല്ല നെയ്യൊക്കെ മൂത്തിട്ട് പിട്ടിലേക്ക് പിടിച്ചിട്ട് പഞ്ചസാര പിടിച്ചിട്ട് കിട്ടും. ഭയങ്കര ടേസ്റ്റാണാവോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ പിട്ട് ഇതിൻ്റെ രുചി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് തോന്നിയാൽ, ഇതിനു മുമ്പ് ചിലപ്പോൾ അറിയുന്നവരുണ്ടായിരിക്കും. അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് എന്ത് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കിതൊന്ന് കഴിക്കാം. നല്ല ആസ്വദിച്ച് കഴിക്കാവും. നെയ്യും ഇതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല ആസ്വദിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഒരു വിഭവം കൂടിയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.